കൊറിയർ പാക്കിങ്ങും കൊണ്ടുകിടക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ ലച്ചും കുഞ്ഞാറ്റയും സ്കൂളിൽ നിന്ന് വരാൻ സമയമാവും കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യണ നേരത്താണ് നമുക്കൊരു കോൾ വന്നത്. ഇതേ ഒരു പഴക്കൊല ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ പഴക്കൊല ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ നിറയെ പുല്ലും ആയതുകൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് തന്നെ കൊല ഇങ്ങോട്ട് വെട്ടിയെടുത്തു കിട്ടും. അപ്പോൾ ആൾ ഫുള്ള് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മുടെ കുഞ്ഞാറ്റ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി ഇപ്പോൾ നല്ല കഴിക്കാൻ പാകമായതുകൊണ്ട് തന്നെ എല്ലാവരും, ഞാനും അമ്മയും ലച്ചും ഒക്കെ അവിടെ നിന്ന് കുറച്ച് പഴമൊക്കെ കഴിച്ചിട്ടാണ് അടുത്തുള്ള വീട്ടിലൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ വീട്ടിലോട്ട് വന്നത്. പിന്നെ നമ്മൾ നേരെ ലച്ചുവിൻ്റെ മുടിയൊക്കെ വെട്ടാൻ പോയി. ലച്ചുവിൻ്റെ മുഖം കണ്ടാൽ അറിയില്ലേ, നല്ല സന്തോഷത്തിലാണ് കേട്ടോ ആളിരിക്കുന്നത്. തിരിച്ചു വരുന്ന വഴി ഒരു ബേക്കറിയിൽ കയറിയപ്പോൾ നമ്മുടെ ഞാവൽ പഴം ഇങ്ങനെ അടിപൊളിയായിരിക്കും. നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന നേരത്ത് വാങ്ങാൻ പറ്റാറില്ല കേട്ടോ. വാങ്ങണമെന്ന് വിചാരിച്ചാലും നമുക്ക് വാങ്ങാൻ പറ്റാറില്ല. അപ്പോൾ വില ചോദിച്ചപ്പോൾ ഒന്ന് ശരിക്കും ഞെട്ടി. 350 രൂപയാണ് കേട്ടോ ഞാവൽപ്പഴത്തിൻ്റെ വില. ഒരു 200 ഗ്രാം ഞാവൽപ്പഴം വാങ്ങി വീട്ടിലോട്ട് വന്നു. നമ്മൾ പണ്ട് തിന്ന ഞാവൽപ്പഴമേ അല്ല കേട്ടോ ഇതൊന്നും. കാശ് പോയിന്നേ പറയാനുള്ളൂ. ഭയങ്കര കാറ ടേസ്റ്റ് ആയിരുന്നു.